വാട്സ്ആപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു അനദർ ഹൊറർ ഗെയിം. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കുന്നത് മഞ്ജുലികയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് ഈസി മോഡിട്ട് കളിക്കാം. പയ്യെ നമുക്ക് ശകലം കൂടിയ ഇതൊക്കെ കളിക്കാം, ഡിഫിക്കൽട്ടും എക്സ്ട്രീമൊക്കെ ഇട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 3000 ലൈക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. ലോഡിങ് ആയിട്ടോണ്ടിരിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഇൻട്രോ ഇത് നമ്മുടെ ജീപ്പാന്ന് തോന്നുന്നു ഗൈസ്. നമുക്കൊരു കാര്യമില്ല ഇവിടെയും വരാൻ. ഇതെന്തോ മഞ്ജുലിക ബിഹാർ മറ്റാന എന്തോ മഞ്ജുലിക ഡോണ്ട് കം ഔട്ട്. മഞ്ജുലിക വെളിയിൽ വരത്തില്ലെന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുക ഗൈസ് ഹിന്ദിയിൽ. വീണ്ടും ഒന്ന് വായിച്ചു. അതാണ് നമ്മുടെ മഞ്ജു ചേച്ചി. നമ്മുടെ ചേച്ചി അതാ കേട്ടോ. ഇൻട്രോയിൽ സൂപ്പറായിട്ടുണ്ട്. യു ഹാവ് റിലീസ്ഡ് മഞ്ജുലിക ബൈ ബ്രേക്കിംഗ് ദ സ്പെൽ. നൗ യു ഹാവ് ബീൻ ക്യാപ്ചേർഡ് ബൈ ഹെർ. യു ഓൺലി ഹാവ് 5 days ടു എസ്കേപ്പ്. ഇതും 5 days തന്നെയാണ്. മറ്റേ ഗ്രാനി ഗെയിം പോലെ തന്നെ നമ്മളെ പിടിച്ചു. നമ്മുടെ ആദ്യ ദിനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഡേ 1. ഇവിടെയാണ്. നമ്മളെപ്പോലെ ആരോ വന്ന് പെട്ട് അതിനെ അടിച്ച് തകർത്തിട്ടിരിക്കുക. യു ഗെറ്റ് ഔട്ട് ഓഫ് ഹൗസ് ഫോർ മഞ്ജുലികാസ് മൂവ്മെൻറ്റ്. മഞ്ജുലികേര എനിക്ക് തോന്നുന്നു മഞ്ജുലികേര സൗണ്ട് നമുക്കറിയാൻ പറ്റും. എന്തോ ചെലങ്കേര സൗണ്ട് പോലെ കേൾക്കുക. അപ്പം അത് നല്ലതാണ്. ഇവിടെ മറ്റേ റൂമൊന്നുമില്ല, ഒരു അണ്ടർഗ്രൗണ്ട് പോലെ. അത് നമുക്ക് ആദ്യം തന്നെ കയറാം. ഇതിൽ ഏതൊക്കെ എസ്കേപ്പ് ഉണ്ടെന്ന് അറിഞ്ഞൂടെ. അവിടെ തുടക്കം തന്നെ ഒരു ബോംബൊക്കെ ഇരിക്കാനുണ്ട്. ഇവിടെ നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റും ഗായ്സ്. അതെന്തായാലും കലക്കി. നമ്മുടെ മഞ്ജു ചേച്ചി കാണത്ത്. അവിടെ എന്തൊരു കുഞ്ഞു ടയർ പോലെ. പിക്കപ്പ് വീൽ. ഇതെവിടെ കൊണ്ട് വയ്ക്കാനുള്ളയാ? അയ്യോ എനിക്കറിയത്തില്ല. അതിൻ്റെ അപ്പുറത്തെന്തോ. ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ കൊള്ളാം. രണ്ടിടത്ത് ഒരു സ്ഥലത്ത് തന്നെ. ഞാൻ വെറുതെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കിയാ ഗൈസ്. എന്തായാലും മഞ്ജു ചേച്ചി ഇപ്പം എന്തായാലും വരാതിരിക്കത്തില്ല ഈ സൗണ്ട് കേട്ട്. നമുക്കത് നോക്കാം മഞ്ജു ചേച്ചി സ്പീഡിൽ എങ്ങനെ. അല്ല, ഈസി ആയതുകൊണ്ട് അത്ര സ്പീഡ് കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം എത്ര സ്പീഡ്. എന്നാലും വന്നു നമ്മുടെ മഞ്ജു ചേച്ചി ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് അവരെന്തോ പകുതി വരെ വന്നിട്ട് അങ്ങ് പോയി. അവർ മുഖം ശരിക്കൊന്ന് കാണാനായിരുന്നു. നമുക്ക് ഇറങ്ങാം ഗൈസ്. പോയിന്ന് തോന്നുന്നു അങ്ങ്. അത്രയ്ക്ക് ഇതൊന്നും ഇല്ല നമ്മുടെ മഞ്ജു ചേച്ചിക്ക്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇറങ്ങാം ഗൈസ്. എന്തായാലും ഇപ്പം അവർ വരത്തില്ല. എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമുക്ക് നോക്കാം മഞ്ജുലിക അങ്ങോട്ട് പോയതേ ഉള്ളൂ മഞ്ജുലിക. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ഇതൊക്കെ മറിച്ചിടാൻ പറ്റും. നമുക്ക് ഗതയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. യു നീഡ് കീ. നമുക്കെന്തോ താക്കോലുണ്ട്. ഇനി ഇതൊക്കെ എവിടെ പോയി കണ്ടുപിടിക്കാൻ? അവിടെ എന്തോ സാധനം തിളങ്ങുവാണല്ലേ. അത് ഷവലാണോ? അതാന്ന് തോന്നുന്നു. ഇവിടുത്തെ ഷവലിനൊക്കെ ചെറുത്. മഞ്ജു ചേച്ചി അങ്ങോട്ട് നടന്ന് പോവാ. മന്ദം. ഡിഗോ. കീ ഇവിടെ നിന്ന് കിട്ടും. അത് കൊള്ളാം. പിക്കപ്പ് കീ. ഓടിക്കൂ. അവിടെ എന്തോ ഒരു ടയർ ഇരിക്കും, ഒരു വലിയ ടയർ. നേരത്തെ ഒരു കുട്ടി ടയർ കിട്ടി, ഇപ്പോൾ ഒരു വലിയ ടയർ കിട്ടി. അത് കൊള്ളാം. എന്തായാലും ഈ സൗണ്ട് കേട്ടോ എല്ലാം കയറി വരുമോ എന്തോ. അതിൽ ഇതൊന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റൂല. ഇവിടെ ഒന്നും ഒളിച്ചിരിക്കാൻ പോലും സ്ഥലമില്ലല്ലോ. ശരി, ഇവിടെ ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല. ആ താക്കോല് വീണ സൗണ്ട് കേട്ട് വരുമായിരിക്കും. അതിൽ നമുക്ക് നേരെ നമ്മളെ റൂമിലോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു നമ്മളെ ബുദ്ധി. എന്ത് പറയുന്നു നിങ്ങൾ? അതിൽ നമുക്ക് നേരെ ഹൈഡ് ചെയ്യാം. ഇവിടെ പോയി വേറെ കുറേ പേരെ മഞ്ജുലിക അടിച്ച് തകർത്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും കൊള്ളാം നമ്മളെ മഞ്ജു ചേച്ചി. ചേച്ചി ഇവിടെ ആരും ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വെറുതെ നിൽക്കുന്നതാ. ഇവിടെ എങ്ങനെ വന്ന്? ഇത് കള്ളക്കളിയാണ്. ഞാൻ വന്നതൊന്നും അവർ കണ്ടൊന്നുമില്ല. എന്തായാലും നിങ്ങൾ മഞ്ജുലികയെ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മഞ്ജു ചേച്ചി. വിളിച്ചാൽ അപ്പം തന്നെ വരും കേട്ടോ. അത് നല്ല സ്നേഹവും. എന്തായാലും നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. എങ്ങോട്ട് പോയി? ആ റൂമിലോട്ട് കയറിപ്പോയി കാണും. ഇല്ല, എനിക്കൊന്ന് അവിടെ പോയിട്ടാന്ന് തോന്നുന്നു വന്നത്. അല്ല, ഇതിനകത്ത് ഇതിനകത്തൊന്നും ഇല്ല. വലിയ ബിൽഡപ്പിന് ഒരു പെട്ടി വെച്ചിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഇനി നമ്മളിനി മണ്ടയിലോട്ട് പോയാൽ ഇനി മേളിലാണ് മൊത്തം കളി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. മേളിൽ പോകാമെന്നാ നമുക്ക് നേരെ
ഒരു പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പോലും അറിയത്തില്ല. അയ്യോ, പക്ഷെ ഇത്രയും വെട്ടവും വെളിച്ചവും ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പോയി ഇതിലേ പോകാൻ പറ്റുമോ? അല്ലെന്ന് തോന്നുന്നു, അത് ഫ്രണ്ടല്ലേ. ഇതിലേ നമ്മൾ കൊണ്ടിട്ട് നമ്മൾ ഇൻട്രോയിൽ കണ്ടില്ലേ അത്. ഇപ്പോൾ ഇത് എവിടെ പോയി? മഞ്ജു ചേച്ചി നിങ്ങൾ എവിടെയാടായി? കുറേ പേരുണ്ടല്ലോ. ഇത് ഗ്രീസൊക്കെ കൊണ്ടുപോയിച്ച എന്താ? ഇവിടെ റൂമാ. ഇവിടെ എന്താ തുറക്കാണ്ടല്ലോ? യു നീഡ് കീ. മറ്റേ കീ തന്നെ ആയിരിക്കും ഇവിടെയും തുറക്കണ്ട. വേറെ ഒന്നും കണ്ടില്ല. എന്തായാലും ജസ്റ്റ് ആ താക്കോലും കൊണ്ട് ഇവിടെ. ഇവിടെ എന്തോ ഒരു എസ്കേപ്പിന്റെ സംഭവം ഉണ്ട്. മറ്റേ എസ്കേപ്പാന്ന് കാർട്ട്. ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ ടയറാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അതിൻ്റെ ടയറ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയ ഒരു കുഞ്ഞു വീല് അതിൻ്റെ തന്നെ ഗൈസ്. ഇപ്പം എനിക്ക് കളി കുറച്ചൊക്കെ മനസ്സിലായി. നമ്മളെ മഞ്ജു ചേച്ചി മേലോട്ട് പോവാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചി മേലെ ഉള്ളപ്പം നമുക്ക് താഴെ മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. മഞ്ജു ചേച്ചി താഴെ ഉള്ളപ്പം മേലെ മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. എന്തായാലും തുടങ്ങുന്ന തന്നെ ഈ കീയും കൊണ്ട് ഒറ്റ ഓട്ടം ഓടാം. എന്തായാലും ആ റൂം തുറക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. എന്തായാലും മഞ്ജു ചേച്ചി ഇപ്പം ഭയങ്കര സീനാണ്. വലിയ വീട്ട്. പക്ഷെ ഇതിനും എന്തിനും ഇത്രയും വലിയ വീട് ഒറ്റയ്ക്ക് താമസിക്കാനും എനിക്കതാ മനസ്സിലാവാത്ത. മഞ്ജു ചേച്ചി ഇതാ ഒരു ബാത്റൂമാണോ? എന്നിട്ട് കക്കൂസൊന്നും ഇല്ലല്ലേ? കുളിക്കണ ബാത്റൂമാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ തീപ്പെട്ടിയൊക്കെ കിട്ടി നമുക്ക്. ഇനി കത്തിക്കാൻ ഇനി എന്തെങ്കിലും. എനിക്കൊന്ന് ആ ബോംബ് കത്തിക്കാനാണ്. എനിക്കൊന്ന് അങ്ങനെ ആയിരിക്കും അവരെ ദേഹത്തൂടി ഇടാൻ. ഇവിടെ ഇത് കിടക്കുന്നുണ്ട് ശൂലമ്പലത്ത്. മഞ്ജു ചേച്ചി ഇതാ ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പം നമുക്കൊന്ന് മേലോട്ട് പോകണമല്ലോ. മഞ്ജു ചേച്ചി കണ്ട് കിടന്ന് അലറി വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് വെറുതെ അലച്ചായിരുന്നു. അല്ല, എന്നെ കണ്ടിട്ട് തന്നെ അലച്ചത്. അയ്യോ, പോകുന്നുമില്ല. ഒട്ടും സ്പീഡില്ല. സ്റ്റെപ്പിലൂടെ നടക്കുക. പിടിച്ചതിൽ പിടിച്ച് ആ മഞ്ജു ചേച്ചി ഇവിടെ ഞാൻ ഒന്നുമില്ല. നിങ്ങൾ അങ്ങോട്ട് പോയേ മഞ്ജു ചേച്ചി പോ. അയ്യോ, ഓരോ കണ്ണ് ചുമന്ന് പൊക്കി വന്നാൽ ഇവിടെ ആരുമില്ല. അങ്ങോട്ടാരോ പോകുന്നുണ്ട്. മഞ്ജു ചേച്ചിക്ക് ഭയങ്കര ആൻസറിനെ ഗായ്സ്. പറഞ്ഞ ഉടനെ അങ്ങോട്ട് തന്നെ പോയി. ഇവിടെ മറ്റേ വീല് കിടക്കുക. ഇതെടുക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെ മഞ്ജു ചേച്ചി എങ്ങോട്ടാണ് പോയത്? കണ്ടില്ല. എന്തായാലും അത് അങ്ങോട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയാൽ യു നീഡ് ആക്സ്. അപ്പോൾ നമുക്കൊരു ആക്സ് വേണം ഗായ്സ്. ഈ ആക്സൊക്കെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇടയിലൂടെ ഞാൻ മറിഞ്ഞു വീഴാത്ത ഭാഗ്യം. ഇപ്പോൾ നമ്മളെ വന്ന് പിടിച്ചതിന് എങ്ങനെ പിടിക്കണേന്ന് അറിഞ്ഞോളൂ. യു നീഡ് ടു സെറ്റ് ഓൾ ദ വീൽസ്. എല്ലാ ടയറും നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എന്തോ ദിസ് വേ ബ്ലോക്ക് യു നീഡ് ടു ബോംബ്. ഇവിടെ നമ്മൾ ബോംബ് കൊണ്ടിടണം. അത് നമുക്ക് എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ്. നമ്മളെ കണ്ട് ഗൈസ്, നമ്മളെ കണ്ട് ഇവിടെ ഹൈഡ് ചെയ്തോ. നമ്മുടെ മഞ്ജു ചേച്ചി നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. മഞ്ജു ചേച്ചി ഇവിടെ ആരും വന്നില്ല. അങ്ങോട്ടാരോ പോകുന്നുണ്ട്. ഇവരെന്തോ അങ്ങോട്ട് ഇവിടെ പോവാ? ഇതെന്തോ ഇവർക്ക് കമ്പിയുടെ ഇടയിലൂടെ പോവാൻ പറ്റുമോ? അതെന്ത് ഭയങ്കര സാധനം. ഇപ്പോൾ നമ്മുടെ മഞ്ജു ചേച്ചി സീനെന്ന് വെച്ചാൽ ഒന്നൊന്നര സീനാണ് നമ്മുടെ മഞ്ജു ചേച്ചി. എന്തായാലും കീ നമ്മൾ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആ സൗണ്ട് കേട്ട് അതിലേ വരുമോ ഇതിലേ വരുമോ എന്ന് എനിക്കറിയാത്ത കണ്ടു പിടിച്ച് കഴിച്ചു. നമ്മൾ അതിനു മുമ്പ് അതിനകത്ത് കയറി, പക്ഷെ അത് കണ്ടുപോയി. Day 2 അവിടെ അങ്ങനെ 2ാമത്തെ ദിവസം നമ്മൾ വന്നിരിക്കുന്നു. ഇതെന്താ ഔട്ടെന്ന് ഇത് ഗ്ലിച്ചായെന്ന് തോന്നുന്നു. ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വന്നു. എനിക്ക് ആ പെട്ടിയിൽ കയറിയപ്പം അവിടെ ഇട്ടല്ലേ പിടിച്ചേ, അതിൻ്റെ ഇവിടെ തന്നെ വന്നേന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നേന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ മഞ്ജു ചേച്ചി ഇച്ചിരി പഴക്കണം, ഇച്ചിരി നമ്മൾ പേടിച്ച് കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മഞ്ജു ചേച്ചിയെ കണ്ടില്ലേ, ഭയങ്കര സീനാണ്. ബാക്കി ഒരു ഹൊറർ ഗെയിം പോലെയല്ല. നമ്മൾ അവിടെ വിളിക്കാൻ നേരത്ത് അതിലേ വന്ന് ഇവിടെ സൗണ്ട് കേട്ടിട്ട് വേണ്ട മഞ്ജു ചേച്ചി കേൾക്കുന്നു. മഞ്ജു ചേച്ചി പോകുന്ന നോക്ക്. ഇപ്പം നല്ല അവസരം നമുക്ക് താഴെ ചാടാൻ. ഇത് നല്ല പറ്റിയ അവസരം. എന്തായാലും ഈ ബോംബും കൊണ്ട് നമുക്ക് മേലോട്ടങ്ങ് പോവാം. അതേ ഇനി നടക്കത്തുള്ളൂ സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് ഇവിടെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല, ഹൈഡ് ചെയ്യാൻ മാത്രം പറ്റും. എന്തായാലും നമുക്ക് ആദ്യം ബോംബും കൊണ്ട് അവിടെ കൊണ്ട് മേലെ കൊണ്ട് വയ്ക്കാം. അയ്യോ മഞ്ജു ചേച്ചി കിടന്ന് അലറി വിളിക്കുക.
ഇതിൻ്റെ ഫ്രണ്ടെന്ന് തോന്നുന്നു നമ്മൾ എവിടെ നിന്ന് മണ്ടയിലാണോ താഴെ ഒരു പിടിയില്ല. ഒയ്യോ ഈ റൂമിൽ ഒയ്യോ ഇത് ബാത്റൂം പെട്ട് ഗൈസ് പെട്ട്. അപ്പം നമ്മൾ പുറത്തിറങ്ങിയാലും പിടിക്കാനിങ്ങനെ ഇവിടെ കണ്ടു കാണും. എന്തായാലും ഇവിടെ വരാതിരിക്കത്തില്ല. നമ്മൾ ഡോറിൻ്റെ പുറകിൽ അല്ല ഇങ്ങനെയാണ് ഗൈസ് പിടിക്കുന്നത്. ആ ചൂല് വെച്ച് നമ്മൾ അടിക്കും ഗൈസ്. നമ്മളങ്ങനെ ബോധം കെട്ട് നമ്മൾ ഡേ 3 വന്നിരിക്കുന്നു. ഛേ അത് ഞാൻ പിടിക്കുമെന്ന് എനിക്ക് റൂം മാറി. വേറെ റൂമെന്ന് ഞാൻ വിചാരിച്ചത് അത് ബാത്റൂമായിരുന്നു. അവിടെ എനിക്ക് ഒളിക്കാനും സ്ഥലമില്ല. ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സൂപ്പർ. എന്തായാലും നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. നമ്മുടെ ബോംബ് ഇപ്പം എടുക്കാൻ പോകുന്നത് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതാ പോകുന്നു. ഇപ്പം അവരെ വായിൽ ചെന്ന് വീടാനെ. എന്തായാലും ഇവിടെ ചേർന്നാലും നിൽക്കുന്നത് നോക്കാം. ഒരു പോകുന്നേ ഉള്ളൂ. അനങ്ങിയാണ് പോകുന്നത്. ഇതിനേക്കാളും സ്പീഡിൽ പോകും നമ്മുടെ ആമയാണ് ഇതിനേക്കാളും മിടുക്കൻ. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. ഇപ്പം മഞ്ജു ചേച്ചി താഴെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊന്ന് ചാടിയാലേ പോകാൻ പറ്റൂ. എന്തായാലും ഈ വീലെടുത്ത് നമുക്ക് ഇവിടെ അങ്ങ് അവിടെ കൊണ്ട് വയ്ക്കാം. ഇവിടുത്തെ വീല് തന്നെയാണ് ഗൈസ്. എല്ലാ വീലും സെറ്റ് ചെയ്യണം. പിന്നെ 3 ടയറും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എന്തായാലും ഇങ്ങോട്ട് ചാടണോ? ഓട്ടോ ഓടുക. മഞ്ജുവിനൊന്നും ഒരു പേടിയില്ലാതെയാണ് നമ്മൾ ഓടുന്നത്. എന്തായാലും നമ്മളെ വന്ന് പിടിക്കുമെന്നറിയത്തില്ല. എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കിനും നല്ല വിലയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഡു ലൈക്ക്. അപ്പം നമുക്ക് എന്തായാലും ഈ ടയറും കൊണ്ട് എടുക്കാം. എന്തായാലും ഈ റൂമിൽ വന്ന് ഒളിച്ചത് നന്നായി. നമ്മളെ ഹാർട്ട് ബീറ്റ് നല്ലതായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ സൗണ്ട് കേട്ടാന്ന് തോന്നുന്നു കൂടുതലും നമ്മുടെ മഞ്ജു ചേച്ചി വരുന്നത്. ഇപ്പോൾ പോകുന്ന നോക്ക്. ഇവിടെ നമ്മുടെ ബാക്കിൽ വന്ന് എനിക്ക്. എന്തായാലും നമുക്ക് ആ ടയർ എടുക്കാം. എവിടെ പോയി ടയർ? പിക്കപ്പ് വീൽ. എന്തായാലും ഇത് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം ഗായ്സ്. എന്തായാലും മഞ്ജു ചേച്ചി പോയി. അപ്പോൾ നമുക്ക് അടുത്ത വീലും കൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച് ഇനി 1 ആയി 2 ആയി. ഇനിയും 2 ടയറും കൂടി വേണം. നമുക്ക് ഓൾറെഡി ബോംബ് അവിടെ വയ്ക്കാനുള്ള കിട്ടി. പിന്നെ തീപ്പെട്ടിയും കിട്ടി. അപ്പോൾ അത് കിട്ടി. ഓക്കെ ഇതിനകത്ത് എന്തെങ്കിലും കാണും. പിക്കപ്പ് സ്കൂട്ടർ. ഇപ്പോൾ ഇതിൽ സ്കൂട്ടർ എസ്കേപ്പ് ഉണ്ട്. അത് നല്ല എസ്കേപ്പാണ്. അത് കൊള്ളാം ഗായ്സ്. ഇപ്പോൾ ഇതിൽ സ്കൂട്ടർ എസ്കേപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മഞ്ജുവിനെ കണ്ടു തോന്നുന്നു. ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുവാനില്ല. എന്തായാലും എനിക്കറിയത്തില്ല ഗായ്സ്. എന്തായാലും നമുക്ക് എസ്കേപ്പ് ആവാനുള്ള ബാക്കി വഴികൾ നോക്കാം. എന്തായാലും ഇനി നമ്മൾ എങ്ങോട്ടാണ് പോവാനുള്ളൂ? ഇവിടെയല്ലേ നമ്മൾ നോക്കി. പക്ഷെ മഞ്ജുലൊക്കെ ചോദിച്ചാൽ അവളെ കണ്ട്. എന്തായാലും നമുക്ക് വന്നില്ലല്ലോ. കണ്ടു കാണുമല്ലോ. തിരിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരെ വന്ന്. പക്ഷെ അങ്ങോട്ട് വരാത്ത നമ്മൾ പേടിച്ചെന്ന് തോന്നുന്നു ഗായ്സ്. ഇനി നമ്മൾ എവിടെ പോയി നോക്കാറുള്ളൂ? ഇനി നമ്മൾ മണ്ടയിലോട്ട് നോക്കണം ഗായ്സ്. പോവാത്ത വഴിയൊക്കെ. പിന്നെ ഒരു ആക്സ് കണ്ടുപിടിച്ച് ആ റൂം നമുക്ക് തുറക്കണം. അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടെന്ന് കാണും. അപ്പോൾ ഇത് സ്കൂട്ടറിൻ്റെ വീലാണ് കേട്ടോ, ഈ വീല്. എന്തായാലും മഞ്ജു ചേച്ചി അങ്ങോട്ട് പോയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ മൊത്തം അടിച്ച് പറക്കണം. ഇവിടെ ഒന്നുമില്ല. ഈ പാത്രത്തിലൊന്നും മഞ്ജു ചേച്ചിയുടെ ഒരു പ്ലേറ്റും കുടിക്കാനുള്ള ഒരു വെള്ളം മാത്രമേ ഉള്ളൂ ഗായ്സ്. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ അങ്ങോട്ടൊന്നും നോക്കിയില്ല. ഈ സൈഡ് മാത്രമേ നോക്കിയുള്ളൂ. ഇവിടെ മൊത്തം ഇഷ്ടം പോലെ സ്ഥലവും. അതുകൊണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെയും ഒളിക്കാൻ കുറേ പറ്റും. എന്താ ലിവർ? നമുക്ക് മറ്റേ എസ്കേപ്പിനുള്ള ലിവറാ ഗായ്സ്. ഇത് എല്ലാ ടയറും കൊണ്ട് വെച്ചാൽ ഇനി ലിവർ പറ്റും. ഇപ്പം ഇത് ഡ്രോപ്പ് ചെയ്താൽ ഇപ്പം വരും അവർ. പൊളിച്ച് ഇതിനകത്തോട്ട് ഇടാൻ പറ്റൂ. എന്തായാലും ഡ്രോപ്പ് ചെയ്യാം ഗായ്സ്. എന്തായാലും നമ്മൾ മഞ്ജു ചേച്ചി വരും. അതിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. എന്തായാലും അപ്പോൾ ഇവിടെ കയറി ഒളിക്കാം പെട്ടെന്ന് തന്നെ. ഭയങ്കര കൊലുസിൻ്റെ വിലിക്കം കേൾക്കുക. ചെലുങ്ക ഇതോ ഇങ്ങോട്ടാണ് വന്നത് നേരെ. ഞാൻ വിചാരിച്ചു അതിലേ വരുമെന്ന്. കണ്ടോ നമ്മളെ മഞ്ജു ചേച്ചി സീനെന്ന് വെച്ചാൽ ഒടുക്കത്തെ സീനാണ്. മഞ്ജു ചേച്ചി നമ്മളെ വിചാരിക്കും പോലെ അല്ല ഗായ്സ്. അപ്പോൾ സ്കൂട്ടറിന് ഒരു വീലും കിടക്കുക, ഒരു ഹാൻഡിലും കിടക്കുക. അതുകൊള്ളാം. അപ്പം സ്കൂട്ടർ എസ്കേപ്പിന് എല്ലാം ഹായില്ല. ഇവിടെ ഒരു ടയർ 3 ടയറോ സ്കൂട്ടർ? എനിക്ക് തോന്നുന്നു പണ്ടത്തെ കുഞ്ഞു പിള്ളേരെ വല്ല വണ്ടിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മഞ്ജുലിക ഓട്ടിക്കുന്നതായിരിക്കും നമ്മുടെ മഞ്ജു ചേച്ചി. ഇതിനകത്ത് പിക്കപ്പ് ആക്സ് കിട്ടി ഗായ്സ്. ഇനി നമുക്ക് അവിടെ പോയിന്ന്
അപ്പോൾ മഞ്ജുലിക അങ്ങോട്ട് താഴെ പോവാ നമ്മളെ മഞ്ജു ചേച്ചി. എന്തായാലും ഇത് താഴെ ഇതിനീ റൂമാ. ഓ അവിടെ എന്തോ ഉണ്ടല്ലോ. പോവാൻ പറ്റുന്നില്ല. ഇത് പോവാൻ ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ടയർ കിടക്കുക. യു നീഡ് കീ. എനിക്കൊന്ന് മറ്റേ കീ തന്നെ ആയിരിക്കും. എന്തായാലും ഈ വീലെടുക്കാം. എന്തായാലും ഈ സൗണ്ടായിട്ട് മഞ്ജു ചേച്ചി എന്തായാലും വരും. കണ്ടോ, അയ്യോ അലറി വിളിച്ചോണ്ട് വരുന്നു. പിടിച്ച് വരുമോ അവര്? ഇവിടെ ഇറങ്ങി വന്ന് പിടിച്ചു. അടിച്ചോ ചേച്ചി അടിച്ചോ. ഇനി നമുക്ക് ഡേ 4 പോവാം ഗായ്സ്. ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. ഒരു ദിവസം കൂടിയുള്ളൂ. ഈ ഡേയും അടുത്ത ഡേ 2 ദിവസമുണ്ട് ഗായ്സ്. അയ്യോ ഈ ഡേയും കൂടി പിടിച്ചാൽ കളി ടൈറ്റ് ആവും ഗായ്സ്. എന്തായാലും എങ്ങനെയെങ്കിലും ഞാൻ ഇത് എസ്കേപ്പ് ആവാതിരിക്കത്തില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്കൂട്ടർ എസ്കേപ്പ് ചെയ്യും ഗായ്സ്. അതൊക്കെ അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് എൻ്റെ ബോംബ് എടുക്കണം. ഇതെടുക്കാൻ പറ്റും. തൃശ അതാ പേര്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ബോംബും കൊണ്ട് നമുക്കൊന്ന് പോകണം ഗായ്സ്. ബോംബ് നമുക്ക് അവിടെ കൊണ്ടിടാം. ബോംബ് ലാസ്റ്റ് ഇടാം. എന്തായാലും ഈ സൗണ്ട് ആയിട്ട് ഇവിടെ എന്തായാലും വരാതിരിക്കത്തില്ല. ഇവിടെ മഞ്ജു ചേച്ചി ചേച്ചി ഇവിടെ ഉണ്ട് ഞാൻ. വന്നില്ല ഈ ചേച്ചി എവിടെ പോയി? എനിക്ക് തോന്നുന്നു അതിലേ വരുമായിരിക്കും. എന്തായാലും ഒളിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഒളിക്കണ്ട. നമുക്ക് ഇവൻ്റെ കീയും കൊണ്ട് അങ്ങോട്ട് പോവാം. അതേ ഇനി നടക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് മഞ്ജു ചേച്ചിയെ നോക്കിയ കളിയൊന്നും നടക്കത്തില്ല. നമുക്ക് നേരെ ഇവിടുത്തെ റൂം അങ്ങ് തുറക്കാം. ഇനി അതേ നടക്കൂ. ഇത് എന്തായാലും ഇവിടെ ഒളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. വേണ്ടിരിക്കും നമ്മുടെ സ്കൂട്ടർ. ഇതെന്തോ യു നീഡ് ഹാമർ. ഇനി ഹാമർ കിട്ടിയാൽ ഇനി ആ പൂട്ട് തകർക്കാൻ പറ്റും. എന്തായാലും സ്കൂട്ടറിൻ്റെ എല്ലാ സാധനവും നമുക്ക് കിട്ടി ഓൾറെഡി. കൊണ്ടിട്ടാൽ മാത്രം മതി. അത് കൊള്ളാം. ഒരു ഹാമറോട് കിട്ടിയെന്ന് നമുക്ക് സ്കൂട്ടർ എസ്കേപ്പ് ചെയ്യാം. എന്ത് പറയുന്നു നിങ്ങൾ? അതിൽ നമുക്ക് ഈ കാർട്ട് എസ്കേപ്പ് നടന്നില്ലെങ്കിൽ എന്തായാലും നമുക്ക് ഈ എസ്കേപ്പ് ചെയ്യാം, സ്കൂട്ടർ എസ്കേപ്പ്. എന്തായാലും വീല് നമുക്ക് 3 എണ്ണം ഇപ്പം കിട്ടി. എന്തായാലും ഇനി ഇവിടെ ഒളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ നേരത്തെ അവിടെ ഒളിച്ചില്ല. നമ്മൾ കണ്ടില്ല അത് ഞാൻ നേരത്തെ. സൗണ്ട് കേട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പറന്ന് വരും. എന്തോ വല്ല എഞ്ചിനാ വല്ല ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഏത് മോഡൽ കമ്പനി എഞ്ചിൻ? ഇപ്പം പയ്യെ പോവും അങ്ങോട്ട്. വല്ല സൗണ്ടും കേട്ടാൽ നല്ല സ്പീഡിൽ ഓടി വരും. എന്നാലും നമുക്ക് ഈ വീല് കൊണ്ട് അങ്ങോട്ട് കൊണ്ട് വയ്ക്കാം ഗൈസ്. ഇനി എന്നാലേ കളിയൊക്കെ അങ്ങോട്ട് നടക്കത്തുള്ളൂ. മഞ്ജു ചേച്ചി അവിടെ നിൽക്കുക. ഇപ്പം പിടിച്ചേനെ. ഈ മഞ്ജു ചേച്ചി എന്തുവാ ഇത്? എന്തായാലും ഇവിടെ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് വരുത്താം. അപ്പം എങ്ങോട്ട് പോകുമെന്നറിയാമല്ലോ. മഞ്ജു വേറെ അറിയൂ ഇവിടെ പോയി ഇങ്ങോട്ട് വന്ന്. ഇതിൽ വല്ല വെപ്പനോ വല്ലതും ഉണ്ടോ? ഇങ്ങനെ തോക്കോ വല്ലോ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിട്ട് നമുക്ക് കളിയായി ജയിച്ചേനെ. എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് മറ്റേ വീലൊന്നും കണ്ടില്ല കാശ്. നമുക്കെന്നാൽ സ്കൂട്ടർ എസ്കേപ്പ് തന്നെ അങ്ങ് ചെയ്തേക്കാം. ഹാമർ എന്തായാലും എവിടെയെങ്കിലും തുറക്കുമ്പോൾ കാണും. എന്തായാലും ഒരു വീല് നമ്മൾ കൊണ്ടുവച്ചു. ഇനി ഒരു വീലും 2 വീലും മറ്റേ ഹാൻഡിലും കൊണ്ടുവയ്ക്കാം കാശ്. എന്നാലേ കളി നടക്കൂ. എനിക്ക് അല്ലാതെ മറ്റേ ടയർ എല്ലായിടത്തും നോക്കിയിട്ട് എങ്ങും കണ്ടില്ല. ഇങ്ങനെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരിക്കും. ഇനി ഈ ടയർ കൊണ്ടുവച്ചാൽ ഇനി ഈ ഹാൻഡിൽ വയ്ക്കാൻ പറ്റൂ. അതിൽ ഇതിവിടെ കിടാൻ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാം. മഞ്ജു ചേച്ചി അവിടെ ആരോ എന്തോ സൗണ്ട് ഉണ്ടാക്കി. ഞാൻ കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ അടുക്കളയിലോ വല്ലതും പോയി കാണും. ഒന്ന് പോയേ. കണ്ടോ അവർ വന്ന സ്പീഡ് കണ്ടോ? സൗണ്ട് കേട്ടത്. മഞ്ജു ചേച്ചി സീനെന്ന് വെച്ചാൽ ഒടുക്കത്തെ സീനാണ്. ഈ റൂമിൽ നമ്മൾ വന്നിട്ടുള്ളതാണ് ഗൈസ്. എന്തായാലും നമുക്കിനി താഴെ പോയി ഈ ടയർ നമുക്ക് എടുക്കാം. ഇനി എന്തായാലും ഈ ടയറോട് കൊണ്ട് വച്ചാൽ മതി എന്നാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്ക് ഉറപ്പില്ല. സെറ്റ് ഹാൻഡിൽ. അപ്പോൾ ഫ്രണ്ടിൽ ടയർ വേണ്ടേ? ഈ കളി ഗ്ലിച്ചാന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ ടയർ വേണ്ടെന്ന് തോന്നുന്നു. ഇത് എടുക്കാൻ പറ്റാത്ത ഞാൻ ഗ്ലിച്ചായി പോയിന്ന് തോന്നുന്നു. ഇത് എടുക്കാൻ പറ്റി. ഭരിച്ചപ്പോൾ ഇനി ആദ്യം തൊട്ട് കളിക്കണമെന്ന്. യു നീഡ് കീ. അപ്പോൾ 2 ടയർ മതി. ഫ്രണ്ടിൽ ടയർ വേണ്ട, ബാക്കിൽ 2 ടയർ മതി. ഇത് ഏത് സ്കൂട്ടറാണ്? വല്ല പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ. എന്തായാലും നമ്മൾ മഞ്ജു ചേച്ചി കൊള്ളാം. ഇനി നമുക്ക് ഹാമർ വേണമല്ലോ. ഈ ആക്സിഡൻ്റ് ആകുമല്ലോ ഓർത്ത്. ഈ ഹാമർ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും ഞാൻ? എന്തായാലും ഈ ടയർ കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാം. പോകുന്ന വഴിക്ക് മറ്റേ സ്കൂട്ടറിൻ്റെ താക്കോലും കൂടി എടുക്കാമല്ലോ അവൻ്റെ പെട്ടിക്കകത്ത്. പിന്നെ നേരത്തെ അവൻ്റെ തീപ്പെട്ടി ഇതിനകത്ത് കൊണ്ട് ഇട്ടായിരുന്നു. ചിലപ്പോൾ ഒരു ടയറും കൂടി കിട്ടി ഈ എസ്കേപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഈ താക്കോലിട്ട കാര്യമില്ല. യു നീഡ് ടു ഓപ്പൺ ദിസ് ഗേറ്റ്.
നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യണം. അതിന് നമുക്ക് ഹാമറും വേണം. എന്തായാലും നമുക്ക് ഇവിടെ ഒളിച്ചിരുന്നത് കാര്യമായി. നമ്മുടെ മഞ്ജു ചേച്ചി ഇതാ ഓടി വന്ന് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ പോകുന്ന പയ്യ അനങ്ങി വരുന്നത് സൂപ്പർ ഫാസ്റ്റിൽ നമ്മളെയും കൂടി ഇടിച്ച് കളിയിടും. എന്തായാലും നമുക്ക് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം. പോവാത്ത സ്ഥലത്ത് ഇവിടെ കണ്ട് ഒരു ടയർ ഇരിക്കുക, പക്ഷെ നമുക്ക് ആ ടയറിൻ്റെ ആവശ്യമില്ല. നമ്മൾ കീട്ട് പോയാൽ മതി. എന്തായാലും 2 ദിവസം കൂടി നമ്മൾ ഈ വീട്ടിലുള്ളൂ. അതിന് മുമ്പ് നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും ഗായ്സ്. ഇതാ എടുക്കുന്നെന്തോ ഹാമർ പിക്കപ്പ്. പിന്നെ അവിടെ എന്തോ റൂം തുറക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ റൂം തുറക്കുമ്പോൾ നമ്മൾ മറ്റേ ടയർ കിട്ടിയെന്നേ തോന്നുന്നു. നമ്മളിവിടെ നിന്ന് ചാടിയൊക്കെ പോകുന്നത്. എന്തായാലും ഈ ഗേറ്റ് അങ്ങ് തുറക്കാം. നമുക്ക് ഓപ്പൺ ഡോർ. ഇത് തുറക്കണം. ഇപ്പോൾ നമ്മൾ ഇടിച്ച് തകർക്കുമായിരിക്കും സ്കൂട്ടർ. യു നീഡ് കീ മതി. എന്തായാലും ഇനി ഹൈഡ് ചെയ്യണ്ട. അത് കീയും കൊണ്ട് അങ്ങോട്ട് പോവാം. റൺ അവേ. അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയി സുഹൃത്തുക്കളെ. നമ്മൾ മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ സ്കൂട്ടർ എസ്കേപ്പാണ് ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു കാർട്ട് എസ്കേപ്പ് ഉണ്ട്. അത് ഉടൻ തന്നെ ചെയ്യാം. അതുവരെ ബായ്.